നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ആർദ്രമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ജീവിത യാത്രയിൽ നേടുന്ന അറിവുകൾ എക്സ്പീരിയൻസസിലൂടെയാണ് അറിവുകൾ നേടുന്നത്. അനുഭവങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്, അതാണ് ഇമ്പോർട്ടൻ്റ്. ഏത് തരത്തിൽ നിന്നാണ് നമ്മൾ അനുഭവങ്ങളെ അനുഭവിക്കുന്നത്? നമ്മളൊരു പ്രസിദ്ധമായിട്ടുള്ള 2 ചോദ്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്ത് തരുമ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അതാണ് ആദ്യത്തെ ചോദ്യം. എന്താണ് ലക്ഷ്യം? അതാണ് രണ്ടാമത്തെ ചോദ്യം. ഒരു കല്ല് സോളിഡ് ആണ് എന്ന് പറയുമ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? കല്ലിന്റെ പുറത്താണെങ്കിൽ അത് സോളിഡ് ആണ്. പക്ഷെ നിങ്ങൾക്ക് പുറത്ത് നിൽക്കാൻ തന്നെയാണോ ആഗ്രഹം? എങ്കിൽ അത് സോളിഡ് തന്നെയായിട്ട് ഇരിക്കും. നേരെ മറിച്ചിട്ട് ഉയർന്ന ദർശനത്തിൽ നമ്മൾ മാനസികമായിട്ട് വരുമ്പോൾ കല്ല് ശരിക്കും ആറ്റംസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ആറ്റംസിന്റെ 98% വേക്കൻ്റ് ആണ്, വാക്വമാണ്. ശരിക്കും അത് വാക്വമാണ്. വാക്വമിനെ നമ്മൾ കാണുമ്പോൾ ഇല്യൂഷനായിട്ടാണ് സോളിഡായിട്ട് തോന്നുന്നത്. ഇനിയും ഉയർന്ന് കാണുമ്പോൾ അത് വൈബ്രേഷൻസ് ആണെന്ന് മനസ്സിലാവും. പിന്നെയും ഉയരുമ്പോൾ ശരിക്കും ഫീൽഡ് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാവും. പിന്നെയും ഉയരുമ്പോൾ എന്താണ് പറയാൻ പറ്റില്ല, നമ്മൾ സ്രോതസ്സിലേക്ക് അടുക്കുന്നു. അപ്പൊ എവിടെ നിൽക്കുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ വീക്ഷണം. ഇത് തന്നെയാണ് ഈശ്വര ദർശനം എന്ന് പറയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഭഗവത്ഗീതയില് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് വിശ്വരൂപ ദർശനം കൊടുത്തു എന്നുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്, വിശ്വരൂപ ദർശനം. എന്താണ് ഈ വിശ്വരൂപം? വിരാട രൂപം. സ്പിരിച്വൽ ലിറ്ററേച്ചർ നോക്കി കഴിഞ്ഞാൽ ലാലാജി മഹാരാജ് പറയുന്നുണ്ട്, ബ്രഹ്മന്റെ എക്സ്പ്രസ്ഡ് ആയിട്ടുള്ള ഭാഗമാണ് വിരാടം. അതിന്റെ ജാഗ്രത അവസ്ഥ എന്ന് പറയും. നമ്മുടെ ജാഗ്രത അവസ്ഥേനെ ഇൻഡിവിജ്വൽ സോളില് വൈശ്വാനരൻ എന്ന് പറയും. ഇത് രണ്ടും യഥാർത്ഥത്തിൽ കോറിലേറ്റ് ചെയ്യണം. ഇൻഡിവിജ്വൽ സോളിന്റെ തലത്തിൽ നിന്ന് നമ്മൾ പ്രപഞ്ചത്തെ കാണുമ്പോൾ നമ്മളുടെ ഈ ലിമിറ്റഡ് തലത്തിലാണ് കാണുന്നത്. എനിക്ക് അനുഭവിക്കാൻ പറ്റുന്ന ലോകം, പ്രപഞ്ചം, അതിനാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. പരിമിതമായിട്ടുള്ള ഒരു അറിവാണ്. എൻ്റെ ശരീരം, എൻ്റെ വീട്, എൻ്റെ പരിസരം, മാക്സിമം എൻ്റെ രാജ്യം, അത്രയൊക്കെ ഉള്ളൂ.
അതിനപ്പുറം ഒരു ദർശനം നമുക്കില്ല. ഇനിയും ഉയരുമ്പോൾ ലോകത്തെ നാമുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. ബ്രഹ്മൻ എന്ന തരത്തിൽ ഉയർന്ന ഇതായിരിക്കും. അതാണ് വിരാട രൂപം. നമ്മൾ വിരാട രൂപത്തിന്റെ തലത്തിൽ നിന്നാണ് പ്രപഞ്ചത്തെ കാണുന്നത്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ശരിക്കും നമ്മൾ കാണുന്നത് ആ വിശ്വരൂപത്തിന്റെ ഒരു ചെറിയൊരു അംശം മാത്രം. നമ്മളൊരു ടണലിലൂടെ സൂര്യപ്രകാശം കാണുന്ന പോലെ നമ്മൾ ടണലിൽ പുരോഗമിച്ച് വരുമ്പോൾ സൂര്യപ്രകാശം എല്ലാവർക്കും വ്യാപിക്കും. ടണല് ചെറുതാണെന്ന് മനസ്സിലാവും. അതുപോലെ ഇൻഡിവിജ്വൽ സോൾ, ആത്മൻ എന്നുള്ള തലത്തിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ യൂണിവേഴ്സ് മുഴുവൻ യഥാർത്ഥത്തിൽ വ്യാപിച്ചിരിക്കുന്നതായി കാണും. അതാണ് വിശ്വരൂപ ദർശനം. അതൊരു വളരെ ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു പ്രോസസ് ആവണം എന്നാണ് ഹാർട്ട്ഫുൾനെസ് പഠിപ്പിക്കുന്നത്. സഡൻ ആയിട്ടുള്ള ഒരു ദർശനം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇരുട്ടുന്ന വെളിച്ചത്തേക്ക് പോകുന്നവരെ കണ്ണാകെ ഡൗൺ. അതാണ് അർജുനൻ ഉണ്ടായത് എന്നാണ് തോന്നുന്നത്. സഡൻ ആയിട്ടുള്ള ഒരു ദർശനം, ഇരുട്ടത്തും പെടുന്ന വെളിച്ചത്തേക്ക് പോയ പോലെ. ശരിക്കും കണ്ടത് സാധാരണ കാണുന്ന തന്നെയാണ്. നമ്മൾ പ്രപഞ്ചത്തെ കാണുന്നു, കുറച്ചുകൂടി ഉയർന്ന തലത്തിൽ കാണുമ്പോൾ നമുക്കത് പറ്റുന്നില്ല. ഇപ്പൊ വീട്ടിലെ പ്രശ്നങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അറിയാം. ഒരു കുട്ടിക്ക് തന്റെ കളിപ്പാട്ടങ്ങളും ആ ചെറിയ ലോകമാണ്. അച്ഛൻ കാണുന്നത് കുറച്ചുകൂടി വിശാല തലത്തിലാണ്, അമ്മ കാണുന്നത് വേറെ തലത്തിലാണ്. അച്ഛന്റെ തലത്തിൽ കുട്ടി എത്തുമ്പോൾ മനസ്സിലാവുന്നു അച്ഛൻ എത്ര വിഷമാണ് അനുഭവിച്ചിട്ടുള്ളത്. അതാണ് ശരിക്കും ആ വീട്ടിലെ വിരാട ദർശനം എന്ന് പറയാം. ഈശ്വരൻ ബ്രഹ്മൻ എന്നുള്ള തലത്തിൽ നിന്ന് പ്രപഞ്ചത്തെ കാണാൻ സാധിക്കുമ്പോൾ നമ്മൾ ഈശ്വരനെ ആ തലത്തിൽ അനുഭവിക്കുന്നു. അപ്പൊ നമ്മുടെ ഈ യാത്രയില്, നമ്മുടെ ജീവിത യാത്രയിൽ രണ്ട് ആസ്പെക്ട് ഉണ്ട് എന്നതിന്ന് മനസ്സിലാവും. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിൽ ഉയരുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതാണ് ആധ്യാത്മികത. നമ്മൾ എഡ്യൂക്കേഷൻ ആയാലും അനുഭവങ്ങളായാലും എല്ലാം ആധ്യാത്മികമാണ്. നമ്മൾ സ്കൂളിൽ പഠിച്ചാലും കോളേജിൽ പഠിച്ചാലും മെഡിറ്റേഷൻ ചെയ്താലും സ്പിരിച്വാലിറ്റി, ഇത് രണ്ടും സെപ്പറേറ്റ് അല്ല. നമ്മൾ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ ഒരു ദിവസം നമ്മളിൽ ഉണ്ടാകുന്ന ഏറ്റവും നല്ല വ്യക്തിത്വത്തെ കുറിച്ചൊന്ന് സ്മരിച്ചു പോകും. ഞാനത് നല്ലത് ചെയ്തു എന്നൊരു തോന്നലുണ്ടാവുന്നു. ഒരു പ്രായമുള്ള ഒരാൾ റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എനിക്ക് പെട്ടെന്ന് ഉള്ളിൽ നിന്നൊരു സ്നേഹം വന്നു, കൈ പിടിച്ചിട്ട് അപ്പുറത്ത്. ഒരു നായ കാലൊടിഞ്ഞ് കിടക്കുന്നു, ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. ഒരു ദാഹിക്കുന്ന ഒരാൾ വെള്ളം കൊടുക്കുക, ഒരു രോഗിക്ക് മരുന്ന് വാങ്ങി കൊടുക്കുക. ഇതൊക്കെ നമുക്ക് തന്നെ പറയും യെസ് ഐ ഡിഡ് ഇറ്റ് എന്നുള്ളത് തോന്നല്. എന്റെ നല്ല വ്യക്തിത്വമാണ് ആ ദിവസത്തിൽ. ഒരമ്മ തന്റെ കുട്ടിയെ ശുശ്രൂഷിക്കുമ്പോൾ അനുഭവിക്കുന്ന ബെസ്റ്റ് വ്യക്തിത്വമാണ് ആ അമ്മയുടെ. പക്ഷെ പുറത്തേക്ക് വരുമ്പോൾ ആ വ്യക്തിത്വം ഇല്ല. വേറെ കുട്ടികളെ കാണുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ ആ വ്യക്തിത്വം ഇല്ല. അവിടെ സ്വാർത്ഥത കടന്നു വരും. അപ്പൊ നമുക്ക് ആ നല്ല വ്യക്തിത്വത്തെ സ്മരിക്കാൻ സാധിക്കും. ബാബുജി മഹാരാജ് വന്ന് റീകോൾ ദ കണ്ടീഷൻ. അപ്പൊ നമ്മൾ മെഡിറ്റേഷൻ മാത്രമായിട്ടാണ് ഇതിനെ കണക്ട് ചെയ്തത്. ശരിക്കും മെഡിറ്റേഷൻ മാത്രമായിട്ടല്ല ഇതിനെ കണക്ട് ചെയ്തത്. നമ്മൾ ദിവസത്തിലുള്ള അനുഭവങ്ങൾ, നമ്മുടെ നല്ല വ്യക്തിത്വത്തെ റിവീൽ ചെയ്ത നിമിഷങ്ങൾ. അപ്പൊ ശരിക്കും ഈശ്വരൻ നമുക്കൊരു അവസരം തന്നിരിക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ നല്ല വ്യക്തിത്വത്തെ, എൻ്റെ ഉള്ളിലുള്ള ഒരു ഉയർന്ന നന്മയെ കാണിക്കാൻ സാധിക്കും. ഈശ്വരൻ അവസരം തന്നിട്ട് അത് നമ്മൾ ക്യാച്ച് ചെയ്യണം. ഞങ്ങള് ഹോസ്പിറ്റലിൽ ഒരു എക്സസൈസ് കൊടുത്തു അവിടെ വരുന്ന ചില ഇന്റേണീസിന്. ഇന്നത്തെ ദിവസം നിങ്ങൾ അനുഭവിച്ച ഏറ്റവും നല്ല നിമിഷത്തെ പറ്റി ഓർക്കാൻ പറ്റുന്നില്ല ആർക്കും. അതാണ് അത്ഭുതം. നല്ല നിമിഷങ്ങളെ കുറിച്ച് നമുക്ക് ഓർക്കാൻ സാധിക്കും. കാരണം അത് വളരെ ട്രാൻസിയന്റ് ആയിരിക്കും. ചിലപ്പോൾ ഉള്ളുന്ന ഒരു പ്രാർത്ഥന വന്നതായിരിക്കും. ഒരാൾ വിഷമിക്കുന്നു, അയ്യോ എനിക്ക് നന്നാവട്ടെ, അത്രയും ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അത് വളരെ വലിയൊരു കാര്യമാണ്. അത് ക്യാച്ച് ചെയ്യാം. ആ തലത്തിൽ നിന്ന് വേണം നമുക്ക് യാത്ര പിന്നെ കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ആ ഒരു കണ്ടീഷൻ എടുക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക. നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വീട്ടിലായാലും സ്ഥാപനത്തിലായാലും ചർച്ച ചെയ്യുമ്പോൾ ആ വ്യക്തിത്വത്തിലേക്ക് കണക്ട് ചെയ്തിട്ട് ചർച്ച തുടങ്ങും. പിന്നെ നമ്മുടെ യാത്ര അവിടെ നിന്നായിരിക്കണം. അപ്പൊ നമ്മൾ ഈശ്വരൻ ആ തലത്തിൽ നിന്ന് കാണിച്ചു തന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് ഇവിടെ എത്താൻ സാധ്യതയുണ്ട് എന്ന് കാണിച്ചു തരുന്നത്. അങ്ങനെ പുറമേ അത് എക്സ്പ്രസ് ചെയ്യുക. രണ്ട് ഭാഗങ്ങളാണ് കോൺവെർസേഷൻ വിത്ത് ഗോഡിൽ പറയും. ആദ്യം ഐഡന്റിഫൈ ഹൂ യു ആർ. നമ്മുടെ ശരിക്കുള്ള ഈ സമയത്തുള്ള ബെസ്റ്റ് കോൺഷ്യസ്നസ് എന്താണെന്ന് ഐഡന്റിഫൈ, നല്ല മനുഷ്യൻ. എന്നിട്ട് അത് എക്സ്പ്രസ് ചെയ്യുക. എക്സ്പ്രസ് ദാറ്റ്. അത് കൂടുതൽ എക്സ്പ്രസ് ചെയ്യുക. കൂടുതൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അറിയാതെ തന്നെ അടുത്ത ലെവൽ ഓഫ് ഹയർ കോൺഷ്യസ്നസ്, സ്നേഹത്തിന്റെ തല നമുക്ക് റിവീൽ ചെയ്യപ്പെടും. അപ്പൊ ഈശ്വരൻ നമ്മൾക്ക് ദർശനം തരുന്നത് എങ്ങനെയാണ്? ഈശ്വരൻ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടില്ല. ലോകത്തെ നമ്മൾ കൂടുതൽ ഭംഗിയായിട്ട്, സുന്ദരമായിട്ട്, സ്നേഹം നൽകാനുള്ള ഒരു ക്രിയേഷനായിട്ട്, എനിക്ക് എന്നെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു
എന്താ പറയുക, സ്പിയർ ആയിട്ട് കാണാൻ തുടങ്ങും. ഈശ്വര ദർശനം മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു സ്റ്റേജ് എത്തും, എല്ലാ നിമിഷവും എപ്പോഴും കരുണ മാത്രമുള്ള ഒരു സ്റ്റേജ്. ഇനി അതും ട്രാൻസെൻഡ് ചെയ്യും. കരുണ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. കരുണ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മളെപ്പോഴും കൂടുതൽ കൂടുതൽ ഉള്ളിലേക്ക് കണക്ട് ചെയ്ത് നമ്മുടെ ബെസ്റ്റ് വ്യക്തിത്വത്തെ കണ്ടെത്താനും ആ കണ്ടെത്തിയ വ്യക്തിനെ കൂടുതൽ കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ പ്രപഞ്ചം, പ്രകൃതി, ഈശ്വരൻ നമുക്ക് അടുത്ത ലെവൽ തരുന്നു, മാസ്റ്റർ നമുക്ക് അടുത്ത ലെവൽ തരുന്നു. ഇതാണ് നമ്മൾ സ്വയം ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇത് എഡ്യൂക്കേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പൊ ഈ അടുത്താണ് ഇത് എനിക്ക് മനസ്സിലായത്. എല്ലാവരുമായിട്ട് ഇത് ഷെയർ ചെയ്തത് മാത്രം. ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.